വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് നാടിനാപത്തായി മാറിയ വെള്ളാപ്പള്ളി നടേശനെ ശ്രീനാരായണ ഗുരുവിനെ സ്നേഹിക്കുന്നവർ മുഴുവനും തള്ളിപ്പറയുകയാണ്. SNDPയുടെ പേരിൽ ഞെളിഞ്ഞിരിക്കുന്ന യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കാലാവധി കഴിഞ്ഞ നേതാവാണെന്നാണ് ശ്രീനാരായണ ദർശനവേദി പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന് നാണക്കേടും അപമാനവുമാണെന്ന് ദർശനവേദി വ്യക്തമാക്കുകയും ചെയ്തു. ആത്മാഭിമാനമുള്ള ശ്രീനാരായണീയർ ഈ സമുദായദ്രോഹിയെ തള്ളിപ്പറയണമെന്നും തുറന്നുകാട്ടണമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് സമുദായ അംഗങ്ങൾക്ക് തന്നെ വെറുക്കപ്പെട്ടവനായി മാറുകയാണ് ഈ വാക്കുകൾ കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ്റെ തുടർച്ചയായ വിദ്വേഷ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ശ്രീനാരായണ ദർശനവേദി വെള്ളാപ്പള്ളിയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. അതിശക്തമായിട്ടാണ് ശ്രീനാരായണ ദർശനവേദി തുറന്നടിച്ചത്. അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ മുൻനിർത്തി മുന്നോട്ടു പോകുന്ന SNDP യോഗത്തിൻ്റെ നിലവിലെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പരമത നിന്ദയിലൂടെയും അതുപോലെ വിദ്വേഷ പ്രസ്താവനകളുടെയും ഈഴവ സമുദായത്തിന് നാണക്കേടും അപമാനവും വരുത്തി വച്ചിരിക്കുകയാണ്. സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുന്നിരുന്ന കാലത്തൊന്നും സമുദായത്തിൻ്റെ മുന്നോട്ടു പോക്കിന് ആവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാത്ത വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തിൻ്റെ സ്വത്വബോധത്തെ പോലും പണയം വച്ച് ഹിന്ദുത്വ വംശീയതയ്ക്ക് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈഴവ സമുദായത്തിൻ്റെ നിലനിൽപ്പിനെയും ഭാവിയെയും ബാധിക്കുന്ന സവർണ സംവരണം കേരളത്തിൽ നടപ്പിലാക്കിയിട്ട് 5 വർഷമായി. അതിനെതിരെ ഒരു ചെറു ശബ്ദം പോലും ഉയർത്താൻ വെള്ളാപ്പള്ളിക്കായിട്ടില്ല. ആ വെള്ളാപ്പള്ളി മുസ്ലിം സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുകയാണ്. മുസ്ലിം ലീഗ് ചെയ്ത സഹായങ്ങളൊന്നും മറക്കാൻ പാടില്ലെന്നും ശ്രീനാരായണീയർ പറയുകയാണ്. അതായത് വെള്ളാപ്പള്ളി ഉൾപ്പെടുന്ന സമുദായമായ ഈഴവർക്കും മറ്റ് ഇതര ദളിത് പിന്നോക്ക സമുദായങ്ങളിലെ വരും തലമുറയ്ക്കും വേണ്ടിയാണ് മുസ്ലിം ലീഗ് സവർണ സംവരണത്തിനെതിരെ പാർലമെൻറ്റിൽ വോട്ട് ചെയ്ത് എന്നതെങ്കിലും നാം ഓർക്കണം. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നിശബ്ദത പാലിച്ചപ്പോഴാണ് മുസ്ലിം ലീഗ് ഇത്തരമൊരു നിലപാടെടുത്തതെന്നും ശ്രീനാരായണ ദർശനവേദി വെള്ളാപ്പള്ളി നടേശനെ ഓർമ്മിപ്പിക്കുകയാണ്. നടേശനെ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്ന സവർണ സംവരണം രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയെന്ന് വ്യക്തമാക്കുന്ന LDF സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്ക് നാക്കെടുത്താൽ മുസ്ലിം വിരുദ്ധത മാത്രം പറയുന്ന നടേശനെ വലിയ ഇഷ്ടമായിരിക്കാം. എന്നാൽ വിദ്വേഷ പ്രസ്താവനകളിലൂടെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും ഓരോ ദിവസവും വെള്ളാപ്പള്ളി പുറത്തുവിടുന്ന വിഷമാലിന്യം കേരളം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും മനസ്സിലാക്കണമെന്ന മുന്നറിയിപ്പോടെയും താക്കീതോടെയും കൂടിയാണ് ശ്രീനാരായണ ദർശനവേദി വെള്ളാപ്പള്ളിയുടെ ആപ്പീസ് പൂട്ടിച്ചിരിക്കുന്നത്. ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞ ഗുരുദേവനെതിരെ പ്രവർത്തിക്കുന്ന നടേശൻ, അതുപോലെ മദ്യം വിഷമാണെന്ന് പറഞ്ഞ ഗുരുദേവനെ പുച്ഛിച്ചുകൊണ്ട് മദ്യം വിൽക്കുന്ന ബാറുടമയായ നടേശൻ, ഈ യോഗം നേതാവ് ഈഴവ സമുദായത്തിൻ്റെ അന്തകനായി മാറാതിരിക്കണമെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെയെങ്കിലും മുറുകെ പിടിക്കുന്ന ഒരാളാകണം. ആ കടമ ഏറ്റെടുക്കണം. ഇല്ലാത്ത പക്ഷം ആത്മാഭിമാനമുള്ള ശ്രീനാരായണീയർ ഈ സമുദായദ്രോഹിയെ തള്ളിപ്പറയുകയും സമുദായദ്രോഹിയായ മനുഷ്യനെ തുറന്നുകാട്ടുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനാരായണ ദർശനവേദി ഈ മുന്നറിയിപ്പ് അവസാനിപ്പിക്കുന്നത്.